കാണുന്നത്. ഇതൊക്കെ അറിയുന്നത് ഇന്നത്തെ ദിവസം കട്ടൻ ചായ ഒരു ഗ്ലാസ് കൂടി കഴിഞ്ഞതാ. പിന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം. പാൽ ചായ ഇല്ലാത്തത് കൊണ്ടൊരു വിഷമം. ഇന്നലെ അടിയുന്ന കഷ്ണം കോരിത ഇന്നലെ കറി വെച്ചപ്പം 2 കല്ല് കിട്ടി എന്നാണ് ഇപ്പൊ പറയുന്നത്. അമ്മ അന്നേരം കറി ഇളക്കിയിട്ട് ചെവി വെച്ച് നോക്കുകയാണ്, ഒച്ച ഉണ്ടോന്ന്, കല്ലിന്റെ ഒച്ച ഉണ്ടോന്ന്. ആ കറി വേണം ഇന്നത്തെ അപ്പത്തിന് ഉപയോഗിക്കാൻ. ഒരു കല്ല് കിട്ടിയപ്പോഴത്തേന് നിങ്ങൾ മിക്സി കറിയാ. ഒരു കണക്കിന് വിശക്കില്ലല്ലോ. നമ്മള് കോഴിയുടെ ഭാഗം തുടങ്ങിയാ മതി, കല്ല് കൊത്തി തിന്നിരുന്ന പോലെ. അമ്മ അതിന്റെ അകത്തൊക്കെ ഇല്ലമ്മ. അമ്മ 2 കല്ലുണ്ടായിരുന്നു, ആ വലിയ കല്ലായിരുന്നു. അത് കാണാൻ പറ്റില്ല, പയറിന്റെ കൊഴുപ്പുള്ളതുകൊണ്ട് എടുക്കാൻ പറ്റാത്തോണ്ടല്ലേ. നട്ടാൻ പോകുന്നതാണ് കാണുന്നത്. ഇതിന്റെ കറയെന്ന് കഴിക്കുന്ന പയറാണ്. ഇത് നട്ടാലും കിട്ടുമോന്നൊന്നും അറിയത്തില്ല, മെറ്റില് വെട്ടിക്കളയും. എന്നാലും അമ്മ നടാൻ പോവാട്ടോ. അമ്മ നടാൻ പോകുന്ന നട്ട് നോക്കാൻ പോവാ. പറഞ്ഞു പയർ നടാൻ പോണത് എടുക്കണ്ട എങ്ങോട്ടാ പോണത് അറിയാം. നമുക്ക് ജനലിൽ കൂടെ എടുക്ക. അമ്മ ഏതായാലും പയറ് നടാൻ പോയി. അപ്പൊ എന്തായാലും ഞാനങ്ങ് കറിയൊക്കെ അങ്ങ് ചൂടാക്കി. അമ്മ തീയ വെച്ചതാണ് കേട്ടോ. ഏതായാലും പയർ നടാൻ പോയതല്ലേ, നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കിയേക്കാന്നൊക്കെ വിചാരിച്ച് ഞാൻ അപ്പമൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പം നോക്കിയപ്പം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴ പെട്ടെന്ന് തോർന്നൊരു ചെറിയൊരു വെളിച്ചമൊക്കെ വന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം, അപ്പമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് തോട്ടിൽ പോയി കുറേ തുണി അലക്കാനുണ്ട്. മഴയായതുകൊണ്ട് അലക്കിയില്ല, പക്ഷെ ഇവിടെ അലക്കുന്നേക്കാളും സുഖം തോട്ടിൽ പോയി അലക്കുന്നതാണ്. അന്നേരം ഞങ്ങൾ പിള്ളേർ ഒരുപാട് നേരം പോയി കളിച്ചുകൊണ്ടിരുന്ന തോടാണ് കേട്ടോ. മഴയൊക്കെ അങ്ങ് പെയ്ത് കഴിയുമ്പോഴത്തേനും നല്ല വെള്ളമാണ്, അതിൽ പിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല. ഏതായാലും പോകാമെന്നൊക്കെ വിചാരിക്കുന്നു. നല്ല പണിയെല്ലാം തീർന്നിട്ടോ, കറിയൊക്കെ ചൂടാക്കി എല്ലാവരോടും വേണമെന്ന് ചോദിച്ച്. അപ്പോൾ അതിന് ഒരാൾ പല്ല് തേച്ചില്ല, ഞാൻ പല്ല് തേക്കാൻ പറഞ്ഞു. ഇനി ഞാൻ കഴിച്ച് ധൃതിയാണല്ലോ, അരക്കാൻ പോകാനുള്ള ധൃതിയാണ്. ഒന്നും നോക്കി നടക്കുകയില്ല. അത് ഞാനവിടെ സ്റ്റാൻഡ് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡ് ഞാനെടുത്ത് മാറ്റി വെച്ചത്, അല്ലെങ്കിൽ അത് തട്ടി എൻ്റെ കാലൊടിക്കും. ബാത്റൂമിൽ നിന്ന് വെച്ചിട്ട് ഞങ്ങൾ തോട്ടി വന്നതാണ് കേട്ടോ. എന്നാ ഒഴുക്കാന്ന് കണ്ടോ, വെള്ളത്തിന് നല്ല ഒഴുക്കാണേ. ഏതായാലും ഞങ്ങൾ അലക്കാൻ തീരുമാനിച്ചു. ഇവിടെ അവർ കിടന്ന് കളിച്ചോണ്ടിരുന്ന സ്ഥലമാവും. എനിക്ക് കുളിക്കാൻ പറ്റില്ല, എനിക്ക് കുളിക്കാൻ പറ്റില്ല. മഴ എന്തോ വെള്ളം കൊടുക്കും. ഞാൻ അലക്കാൻ തുടങ്ങിയപ്പോഴത്തേനും മഴ പെയ്ത്, പിന്നെ ഷടേന്ന് അലക്കാന്ന് പറഞ്ഞ് അലക്കുവാണേ. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയാണ്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അതിങ്ങനെ നമ്മൾ വീട്ടിൽ അലക്കാനുള്ള സെറ്റപ്പ് ഒന്നും ആക്കി എടുത്തിട്ടില്ല.
അത് കാരണം ഇങ്ങനെ കൂട്ടി വെക്കാം. അലക്കാനുള്ള മഴയുണ്ട്, നനയുമില്ല മഴയത്ത് ഇറങ്ങി നിന്ന് അലക്കിയാൽ. അതുകൊണ്ട് മഴ തോരുമ്പോഴത്തേനും തോട്ടിലോട്ട് ഓടും. അപ്പോൾ പെട്ടെന്ന് അലക്കിക്കൊണ്ട് കയറി വരാമെന്ന്. അന്നേരം അവനവിടെ ഇരുന്ന് വെള്ളത്തിൽ പണിയുന്നുണ്ട്, മൂത്ത ആൾ. അത് ഞാൻ നോക്കിയത്. എന്താ വെള്ളത്തിൽ ഒരാൾ ഇരിക്കണുണ്ട്, അവനായിരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.